എന്റെ മോനെ എനിക്കൊന്ന് കാണണം. പാപ്പച്ച, എന്റെ മോനെ എനിക്കൊന്ന് കാണിച്ചു തരില്ലേ? അമ്മ വിഷമിക്കാതിരിക്കേ. അമ്മയെ കാണാൻ അവൻ വരാതിരിക്കില്ല. അവൻ ഇവിടെ വന്ന് അവനെ പോലീസുകാര് പിടിച്ചോണ്ട് പോവില്ലേ? എന്റെ കണ്ണടയുന്നതിന് മുമ്പേ എന്റെ മോനെ എനിക്കൊന്ന് കാണാൻ പറ്റില്ലേ? പാപ്പച്ച, എന്റെ മോനെ എനിക്ക് കാണണം, അല്ലെങ്കിൽ അവന്റെ അടുത്ത് എന്നെ കൊണ്ടുപോ. അമ്മ സമാധാനമായിട്ട് കിടക്ക്, ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. മധുരം കുറച്ചൊരു ചായ. കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഴിക്കാനല്ലേ ചായ, അല്ലാതെ കയ്യും കാലം കഴിക്കാനാ? അല്ലാതെ അല്ല, നമ്മൾ തമ്മിൽ എവിടോ കണ്ട പരിചയമുണ്ടല്ലോ അല്ലേ? ഇവിടെ എവിടെയാ? കുറച്ച് തെക്കുന്ന ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നതാ. അത് ശരി, അത് കണ്ടപ്പോഴേ തോന്നി. ഇവിടെ എന്താ അവിടെ ഇവിടെയൊക്കെ പോലീസുകാർ കണ്ടല്ലോ. ഏതോ ഒരു പഹൻ ജേരിയാൽ ഈ കാട്ടിൽ എവിടോ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ഓനെ പിടിക്കാനുള്ള നെട്ടോട്ടല്ലേ ഈ പോലീസുകാര്. ഇവിടെ ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ? എവിടെ കാണാൻ? ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ നോക്കിയിട്ട് കണ്ടില്ല. എന്നിട്ടാ രണ്ട് ചായ എടുക്ക. ഓ, അപ്പോ അവൻ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്നുള്ളത് നേരാ അല്ലേ? ആണ്. ആ കാണുന്ന പുഴയുടെ അക്കരെ ഉണ്ടെന്നാ പറയണേ. അങ്ങോട്ട് എങ്ങനെയാ പോവാ? നീന്താനും അറിയാം. പിന്നെങ്ങനെ പോവാനാ? വഞ്ചി കൂടെ പോവാ. പക്ഷെ വഞ്ചി ഉണ്ടോ നിന്റെ കയ്യിൽ? സത്യം പറ പാപ്പച്ച, അവൻ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല സാർ. ജയിലിൽ ചാടിയതിനു ശേഷം ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല. പിന്നെ താനെന്തിനാ അവൻ അന്വേഷിച്ച് ഇവിടെ വന്നത്? അവന്റെ അമ്മ അവശ നിലയിൽ കിടക്കുക. ഈ ഭാഗത്ത് എവിടെയോ അവനുണ്ടെന്ന് പത്രത്തിൽ കണ്ടതുകൊണ്ട് വന്നതാ സാർ. അല്ല, അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം തന്നെ അറിയിച്ചത് കൊണ്ടാണ് താൻ ഇവിടെ വന്നത്. പറയണം, എവിടെയാണ് സ്ഥലം? സത്യമായിട്ടും അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല സാർ. ഇത്രയും നേരം മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ ചോദിച്ചത്. ഇനി പോലീസ് മുറയിൽ ചോദിച്ചാലേ താൻ സത്യം പറയുന്നുണ്ടെങ്കിൽ അതും എനിക്കറിയാം. സാർ ഇനി എങ്ങനെ ചോദ്യം ചെയ്താലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാർ. പ്രസാദം, എന്താ വിശേഷിച്ച്? ഇന്നൊരു വിശേഷമുണ്ടെന്ന് കൂട്ടിക്കോളൂ. രാഘവേട്ടന് വേഗം ഒരു ജോലി കിട്ടാൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് വരിക. ചിരിക്കണ്ട, വളരെ ശക്തിയുള്ള ദേവിയാ. ഹോർലിക്സ് കഴിക്കുന്ന ദേവിയായിരിക്കും. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. വിളിച്ചാ വിളി കേൾക്കുന്ന ദേവിയാ. ദാ പ്രസാദം. അതിരിക്കട്ടെ, ഇന്നത്തെ പുഷ്പാഞ്ജലി എന്തിനു വേണ്ടിയാണെന്നറിയോ? അറിയില്ല. നമ്മുടെ കാര്യത്തിൽ തടസ്സമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾക്കൊരു വിചാരമുണ്ട്, പ്രേമിച്ചു തുടങ്ങിയ ഉടനടി കഴുത്തിൽ താലി കയറണം. എന്തായാലും നമ്മുടെ വിവാഹം കുറച്ചാളോട് കഴിഞ്ഞിട്ടൊക്കെ മതിട്ടോ, അല്ലെങ്കിലേ ഈ റൊമാൻസിന് ത്രില്ലങ്ങ് പോവും. അയ്യടാ, നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കാനല്ലേ? അത് മനസ്സിലിരിക്കട്ടെ. കൊച്ചി രാജാവിന്റെ കൊച്ചുമോളല്ലേ നാട് മുഴുവൻ കൊട്ടി കൊഴിച്ചു കിടക്കാൻ. രാഘവേട്ടാ, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഞാൻ പ്രസാദം തൊടുവിച്ചത് ഇഷ്ടായില്ലേ? അതുകൊണ്ടല്ല, കുളിക്കാതെ പ്രസാദം തൊടാൻ പാടില്ലല്ലോ. മനസ്സ് ശുദ്ധമാണെങ്കിൽ കുളിച്ചില്ലെങ്കിലും ഒന്നുമില്ല. കുളിക്കാതെ പ്രസാദം തൊടുവിച്ചത് പാപമാണെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തം ഞാൻ ചെയ്തോളാം. ശോഭന്തി, ചേച്ചി തലവേദനയായിട്ട് മോളി കിടക്കുക. നീ ഉള്ള വെള്ളം എടുത്തേ. സാർ, വെള്ളം. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന 30 വയസ്സ് പ്രായമുള്ള മാധവൻകുട്ടി എന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവ് പുള്ളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയിരിക്കുന്നു. 6 അടി ഉയരവും വെളുത്ത നിറവുമുള്ള ഇയാളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ഇയാൾ ഒരു ദിവസം രാത്രി ഇവിടെ വന്നിരുന്നല്ലോ.
ഇവിടെ വന്നിരുന്നു. അതെ സാറേ, മുകളിൽ നിന്ന് ശോഭ ചേച്ചിയായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ഇവിടെ വന്നിരുന്നോ? ആര്? ആ മാധവൻകുട്ടി. നിന്നോടാ ചോദിച്ചത്. വന്നിരുന്നു. കുറ്റവാളിയായ കാമുകൻ അഭയം കൊടുക്കാൻ പോലീസുകാരനായ ഭർത്താവിന്റെ വീട് തന്നെ തിരഞ്ഞെടുത്ത നിന്റെ ബുദ്ധി അപാരം തന്നെ. നന്ദേട്ടാ, മാധവേട്ടൻ എന്നെ കാണാൻ വന്നതല്ല, പോലീസിനെ ഭയന്ന് ഇവിടെ ഓടിക്കയറിയതാണ്. പഴയൊരു ബന്ധത്തിന്റെ പേരിൽ ഭാര്യ അനാവശ്യമായി സംശയിക്കുന്ന ഒരു ഭർത്താവല്ല ഞാൻ. പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് രാത്രിയിൽ, കാമുകനെ സ്വീകരിക്കുന്ന ഒരു ഭാര്യയെ ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ദയവായി നന്ദേട്ടൻ എന്നെ വിശ്വസിക്കണം. ഈ താലി കഴുത്തിൽ വീണ അന്ന് മുതൽ എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, അത് നന്ദേട്ടനാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ വന്ന കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ എന്തുകൊണ്ടോ എന്റെ മനസ്സ് വിലക്കി. നന്ദേട്ടാ, മാധവേട്ടൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, സത്യം. ഓഹോ, അത് ശരി. ഇപ്പോഴും നീ അവന് വേണ്ടി വാദിക്കുകയാണല്ലേ? എടീ, ഒരുത്തനെ മനസ്സിൽ സൂക്ഷിച്ച് വേറൊരുത്തന് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കുന്നത് നിനക്കൊരു ഫാഷൻ ആയിരിക്കും. പക്ഷെ ജീവിതം ഒരു ഫാഷൻ പരേഡായി കാണാൻ മാത്രം വിശാല മനസ്കനൊന്നും അല്ല ഞാൻ. നന്ദേട്ടൻ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. ഒരിക്കൽ മാധവേട്ടനെ സ്നേഹിച്ചിരുന്നു എന്ന ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനില്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കി. ഇല്ലാത്ത അർത്ഥങ്ങളോ? എന്റെ ഭാര്യ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഭർത്താവാണ് ഞാൻ, അല്ലാതെ. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് വിവാഹരാത്രി തന്നെ എല്ലാം തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷെ അന്നത് കേൾക്കാൻ നന്ദേട്ടൻ തയ്യാറായില്ല. എന്നിട്ടിപ്പോ ഇരുന്നോളൂ. ഒറ്റക്കിരുന്ന് മുഷിഞ്ഞല്ലേ? ഒറ്റ മോനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. ഫ്രണ്ട്സൊക്കെ ഇപ്പോഴാ പോയത്. താനെന്താ ഒന്നും മിണ്ടാത്തത്? എന്തു പറ്റി? സുഖമില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യം തോന്നോ? ദേഷ്യോ? അത് കൊള്ളാം. ദേ, കരഞ്ഞും പിടിച്ചും ഇന്നത്തെ ദിവസത്തിന്റെ മൂഡ് കളയരുത്. താൻ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. കല്യാണത്തിന് മുമ്പ് തനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നെന്നും വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഇതിന് സമ്മതിച്ചതെന്നും അങ്ങനെയൊക്കെ അല്ലേ? ശോഭേ, കല്യാണത്തിന് മുമ്പ് ഒരു അനുരാഗ കഥയെങ്കിലും പറയാനില്ലാത്ത ഒരാണോ പെണ്ണോ ഉണ്ടാവൂ? തന്നെ കുറിച്ച് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും തൊഴിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ? ഫസ്റ്റ് നൈറ്റിൽ നവവധുവിന്റെ കണ്ണ് നിറയുന്നത് നല്ലതാണെന്ന് ഫ്രണ്ട്സ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീടുള്ള ദിനങ്ങൾക്ക് നിറപ്പകിട്ട് കൂടുമല്ലോ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലെന്ന് നമുക്ക് വേറെ എന്തൊക്കെയോ പറയാൻ കിടക്കുന്നു. എനിക്ക് വല്ലാത്ത തലവേദന. ടെൻഷൻ കൊണ്ടായിരിക്കും. വല്ല വിക്സോ അമൃതാഞ്ജനോ പരട്ടണോ? വേണ്ട. എന്നാ കിടന്നോളൂ. കിടന്നോളൂ. സാർ, ചേച്ചി താഴെ കിടന്ന് കരയുന്നു. എന്താ ഇത്? എല്ലാരും മരണ വീട്ടിൽ നിൽക്കുന്നത് പോലെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടോ സുകുമാരല്ലേ. റിട്ടയർ ചെയ്യാൻ ഇനി കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു സസ്പെൻഷൻ. സാരല്ല സാർ, ഞാൻ ചെയ്തത് തെറ്റാണ്. എന്നാലും മനസ്സിനൊരു സുഖമുണ്ട്. ഒരു നിരപരാധി രക്ഷപ്പെട്ടല്ലോ, അത് മതി. താൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെയൊക്കെ കാണാൻ വരണം. നിങ്ങൾ വിഷമിക്കണ്ട. വിധിയുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ തന്നെ വരും. വരട്ടെ. കറിക്കോളൂ. അല്ല, ഇവിടെ വന്നിരിക്കുക. ഞാൻ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? അന്നത്തെ പോലെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. ഇപ്പൊ സമാധാനായി. ഞാൻ ഒത്തിരി നാളായിട്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കാം. രാഘവേട്ടന്റെ സ്വന്തം സ്ഥലം എവിടെയാ? കുറച്ച് തെക്കെന്ന് വെച്ചാ സ്ഥലത്തിന് പേരില്ലേ? പേരൊക്കെ ഉണ്ട്. എന്തിനാ അതൊക്കെ അറിയുന്നത്? അറിഞ്ഞിരിക്കുന്ന നല്ലതല്ലേ? ആ വഴി അങ്ങനെ വരാൻ ഇടവന്ന ഒന്ന് കേറാലോ. ചേച്ചി മമ്മി ഇവിടെ വന്നിരിക്കല്ലേ? പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണ്ട. പോലീസായിട്ട് ബഹളമാ.
ഞാനിപ്പോ വേലുവസിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 2-3 പോലീസുകാർ എന്നോട് ചോദിക്കുക, വേലുവസം പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടല്ലോ, പിന്നെ ഇവിടെ എന്താ കാര്യമെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. ഒരുത്തൻ ഇവിടെ എവിടെ ഒളിച്ചിരിപ്പുണ്ടെന്ന് വെച്ച് മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. ഇങ്ങനെയായ നാട്ടുകാർ തന്നെ അയാളെ തെരഞ്ഞു പിടിച്ചു കൊടുക്കുമെന്നാ തോന്നുന്നേ. എന്നാലെങ്കിലും മനസ്സമാധാനത്തോടെ കഴിയാലോ.